പലഹാരം ഉണ്ടാക്കാം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോണത് കോക്കനട്ട് ബണ്ണാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലേക്കും ബേക്കറികളിൽ പണ്ട് തുടങ്ങി വാങ്ങാൻ വേണ്ടി കിട്ടുന്ന ഒരു പലഹാരമാണിത്. ഇത് ഒരു പ്രാവശ്യം നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് നമ്മൾ പിന്നെ മറക്കില്ല. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്, ഇത് ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. 2 കപ്പ് മൈദപ്പൊടി എടുക്കുമ്പോൾ 250 ml പാല് വേണം. പാലെടുക്കുമ്പോൾ പാല് ഇളം ചൂടുള്ള പാല് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ ഈസ്റ്റും കൂടിയും ചേർക്കുന്നുണ്ട്. അപ്പം നല്ല തണുത്ത പാലാണെങ്കിൽ ഈസ്റ്റ് വർക്ക് ചെയ്യില്ല. പാലെടുക്കുമ്പോൾ നന്നായിട്ട് ചൂടാക്കുകയും ചെയ്യരുത്. ഇളം ചൂടുള്ള പാലെടുക്കുക 250 ml. പിന്നെ വേണ്ടത് ഈസ്റ്റാണ്. ഈസ്റ്റ് 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര വേണം. പഞ്ചസാരയും 2 ടീസ്പൂൺ വേണം. പിന്നെ വേണ്ടത് ഓയിലാണ്. ഓയിലും 2 ടീസ്പൂൺ വേണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് ഈ മാവ് നമ്മൾ കുഴച്ചെടുക്കും. ഈ മാവിലേക്ക് ഈസ്റ്റ് ചേർത്തേക്കണേന് ഈ മാവ് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അത് നല്ല ചൂടുള്ള സ്ഥലത്തേക്കാണെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അത് നല്ല തണുത്ത സ്ഥലത്തേക്കാണെങ്കിൽ കുറച്ച് സമയം കൂടുതലെടുക്കും. ഇങ്ങനെ സോഫ്റ്റായ ഈ മാവ് വെച്ചിട്ടാണ് നമ്മൾ ബ്രെഡ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ഫില്ലിങ്ങിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതിയാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് കാഷ്നട്ടാണ്. കാഷ്നട്ട് ഞാനിവിടെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ടൂട്ടി ഫ്രൂട്ടിയും വേണം, ചെറിയും വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, ചെറിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്കായയുടെ പൊടിയും വേണം, പഞ്ചസാരയും വേണം. ഇതിലേക്ക് നമ്മൾ ചേർക്കണം ഒന്നിനും കറക്റ്റായിട്ടൊരു മെഷർമെന്റ് ഇല്ല. ഇത് തേങ്ങയിൽ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇതെല്ലാനും കുറേശ്ശെ ചേർത്തിട്ട് ഇത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പം നമുക്ക് നോക്കാം ഇതിനി കോക്കനട്ട് ബണ്ണാക്കാന്ന്. ഇതിലേക്ക് മുട്ടയും വേണം. ഒരു മുട്ട മുഴുവനും വേണ്ട. ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. ഈ ബ്രെഡ് നമ്മൾ ബേക്ക് ചെയ്യാൻ പോണതിന് മുമ്പായിട്ട് ആ ബ്രെഡിൻ്റെ മുകളിലൊന്ന് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുട്ട എടുക്കുന്നത്. അങ്ങനെ മുട്ട നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ മുകളിൽ നല്ലൊരു ഗോൾഡൻ കളർ കിട്ടും. ഇതിലേക്കുള്ള പൊടി കുഴച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം എടുക്കുക. ഇതിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ചേർക്കുക. ഈ 2 കപ്പ് മൈദപ്പൊടി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളൊരു സെപ്പറേറ്റ് 1/4 കപ്പ് മൈദപ്പൊടിയും കൂടിയിട്ട് സെപ്പറേറ്റ് മാറ്റി വെച്ചോ. ഇത് നിങ്ങൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ആ കറക്റ്റ് അളവ് എടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇതിൽ വെള്ളം കൂടുതൽ പോലെ തോന്നുകയാണെങ്കിൽ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ആ 1/4 കപ്പ് മൈദപ്പൊടി വേറെ സെപ്പറേറ്റ് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അത് ആവശ്യം വരികയാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുക. 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് ഒരു 2 പിഞ്ച് ഉപ്പ് മതിയാവും. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇളം ചൂടുള്ള പാല് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇതിലേക്ക് 250 ml പാല് ചേർക്കാം. ഞാനിവിടെ പാല് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ചൂട് പാടില്ല. ഇതെല്ലാം കൂടിയിട്ടൊന്ന് കുഴച്ചെടുക്കുക. വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത്. അത് ഏത് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ചേർക്കാം. ഈ മാവ് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ അത്രയ്ക്ക് ഡ്രൈ ആയിട്ടല്ല ഇരിക്കുന്നത്. മാവ് കുറച്ച് ലൂസായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ മാവ് നിങ്ങൾ നല്ല ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് മൈദപ്പൊടി കൂടുതൽ ചേർക്കരുത്. ഈ മാവ് കുറച്ച് ലൂസായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മൈദപ്പൊടി കൂടിയും ചേർക്കാം. കുറച്ച് മൈദപ്പൊടി ഒന്ന് വിതറി കൊടുത്താൽ മതി. ശരിയായിട്ട് വരും. ഞാൻ ഇതിലേക്ക് 2 കപ്പ് മൈദപ്പൊടിയും എക്സ്ട്രാ 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി കൂടിയും ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് പരത്തിയെടുക്കുക. അത് പരത്തിയെടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ഇതിങ്ങനെ ഒന്ന് പരത്താം. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഓരോ സൈഡിൽ നിന്ന് ഇതിനുള്ളിലേക്ക് കുഴയ്ക്കാം.
പൊടി കുഴച്ചെടുത്തിട്ടുണ്ട്. പൊടി കുഴച്ചെടുക്കുമ്പോൾ ഇതേപോലെ പാത്രത്തുമ്മ ഒട്ടാണ്ട് കുഴച്ചെടുക്കണം. ആ ചൂടുള്ള സ്ഥലത്തേക്കാണെങ്കിൽ പെട്ടെന്ന് പൊന്തി വരും. അത് നിങ്ങളപ്പോൾ നോക്കി നിൽക്കണം. 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ മാവ് പൊന്തി വരും. മാവ് നന്നായിട്ട് പൊന്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും മാവ് ഇരുന്ന് പോകും. അങ്ങനെ ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ മാവ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അപ്പോൾ നമുക്ക് മൂടി വയ്ക്കാം. ഇത് മൂടി വയ്ക്കുമ്പോൾ സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നനഞ്ഞൊരു ക്ലോത്ത് ഇട്ടിട്ട് മൂടി വയ്ക്കുക. പക്ഷേ ഇത് നമ്മൾ മൂടി വയ്ക്കുമ്പോൾ ഒരു പാത്രം വെച്ചിട്ട് മൂടി വെച്ചാൽ മതി. ഈ മാവ് റെഡി ആകുമ്പോഴേക്കും കോക്കനട്ടിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കി വയ്ക്കുക. അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം എടുക്കുക. ഇതിലേക്ക് തേങ്ങ ചേർക്കുക. ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി തേങ്ങയാണ് ചിരണ്ടി എടുത്തേക്കുന്നത്. ഇതിലേക്ക് കാഷ്നട്ട് ചേർക്കുക. ഇതിലേക്ക് ഒരു 1.5 പിടി കാഷ്നട്ട് ചേർത്തിട്ടുണ്ട്. ടൂട്ടി ഫ്രൂട്ടി ചേർക്കുക. ഞാനിതിവിടെ അമേരിക്കൻ ഷോപ്പിൽ നിന്നാണ് ഈ ടൂട്ടി ഫ്രൂട്ടി വാങ്ങിച്ചത്. ഇതവിടെ ബേക്കിംഗ് സെക്ഷനിൽ ഉണ്ടാവും. ഇവിടെ ടൂട്ടി ഫ്രൂട്ടി എന്നല്ല പറയുന്നത്, ഇതിന് ഇംഗ്ലീഷ് ഫ്രൂട്ട് ആൻഡ് പീൽ മിക്സ് എന്നാണ് പറയുന്നത്. ഇതും കുറച്ച് ചേർക്കാം. ഒരു 2 പിടി ചേർക്കാം. ഇതിലേക്ക് ചെറി ചേർക്കാം. ഏലക്കായയുടെ പൊടി ചേർക്കാം. ഏലക്കായയുടെ പൊടി ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ഒരു 4 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോഴായിരിക്കും ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആവുക. സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതിനേക്കാളും നല്ലത് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കോക്കനട്ടിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നീക്കി വയ്ക്കാം. ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇത് 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു പീസ് കുറച്ച് വലുതായിരിക്കണം. ആ മുകളിൽ വയ്ക്കുന്ന പീസായിരിക്കണം കുറച്ച് വലുതായിരിക്കേണ്ടത്. ഇത് നമ്മൾ പരത്തിയെടുക്കും. അപ്പോൾ മുകളിൽ വയ്ക്കുന്ന പീസ് കുറച്ച് വലുതായാൽ മാത്രമേ അടിയിലെ പീസിനെ കവർ ചെയ്ത് പോവുള്ളൂ. അപ്പോൾ ഞാനിതിവിടെ 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് ഇത് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബേക്ക് ചെയ്യുന്ന ട്രേ എടുത്തിട്ടുണ്ട്. ആ ട്രേയുടെ ഉള്ളിൽ ഒരു ബട്ടർ പേപ്പറും കൂടി വയ്ക്കുക. അപ്പോൾ അത് റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും. ഈ ബട്ടർ പേപ്പർ വെക്കാൻ പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഓയിലൊന്ന് തടവുക. ബട്ടർ വേണമെന്നില്ല, ഓയിലായിരുന്നാലും മതി. ഓയിൽ നന്നായിട്ടൊന്ന് തടവിയിട്ട് ഈ ബട്ടർ പേപ്പർ വയ്ക്കാം. ഈ മാവ് പരത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെക്കണം. ഒരു പീസ് എടുത്തിട്ട് ആദ്യം തന്നെ പരത്തിയെടുക്കുക. ആ പരത്തിയെടുക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് കൗണ്ടർ ടോപ്പുമ്പോൾ കുറച്ച് മൈദപ്പൊടി ഒന്ന് വെതറി കൊടുക്കുക. നമ്മൾ പരത്തിയെടുക്കുമ്പോൾ അത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മൈദപ്പൊടി വെതറി കൊടുക്കുന്നത്. ഇതിൽ നിന്ന് ഒരു പീസ് എടുക്കുക. നമുക്ക് ഏറ്റവും ആദ്യം ചെറിയ പീസ് എടുക്കാം. 2 പീസും തമ്മിൽ ഒരുപാട് വലുപ്പ വ്യത്യാസം വേണ്ട, കുറച്ച് വലുതായാൽ മതി മുകളിലെ പീസ്. മാവ് എടുക്കുമ്പോൾ ഇതേപോലെ മാവ് നല്ല സോഫ്റ്റായിട്ട് വരണം. ഇതൊന്ന് പരത്തിയെടുക്കുക. ഇത് കൈ കൊണ്ട് തന്നെ പരത്തിയെടുക്കുക. മുകളിലും കുറച്ച് പൊടി കതറാം. ഈ മാവ് ഇങ്ങനെ സോഫ്റ്റായിട്ട് പൊന്തി വരാൻ വേണ്ടിയിട്ട് 1.5 മണിക്കൂർ എടുത്തു. അതകത്ത് നിങ്ങൾ AC ഒക്കെ ഇട്ടിട്ടുണ്ട്, നല്ല തണുപ്പാണെങ്കിൽ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് കൊണ്ടുപോയി വെച്ചാൽ മതി. അപ്പോൾ അത് പെട്ടെന്ന് റെഡിയായി കിട്ടും. നല്ല തണുപ്പുള്ള സമയത്തേക്കാണെങ്കിൽ ഓവൻ്റെ ഉള്ളിൽ ഓവൻ പതുക്കൊന്ന് വാമാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇതേപോലെ പിന്നെ പരത്തിയെടുക്കുക. അത് നിങ്ങൾ എടുക്കണ ആ പാൻ്റെ വലിപ്പത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് നല്ല തിന്നായിട്ട് പരത്തണ്ട, ഒരു 1/4 ഇഞ്ച് കനത്തിൽ പരത്തിയെടുക്കുക. ഇതൊരെണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി പരത്തിയെടുത്തേക്കുന്നത് ഇവിടെ ബേക്ക് ചെയ്യുന്ന ട്രേയിലേക്ക് വയ്ക്കുക. ട്രേയിലേക്ക് വയ്ക്കുക. ട്രേയുടെ ഉള്ളിൽ വെച്ചിട്ടും കറക്റ്റ് ലെവലാക്കി കൊടുക്കുക. അപ്പോൾ അടിയിലെ ലെയർ ബേക്കിംഗ് ട്രേയിൽ പരത്തി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഫില്ലിങ് ഇടുക. ഫില്ലിങ് ഇടുമ്പോൾ ഫില്ലിങ് കുറച്ച് കനത്തിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഫില്ലിങ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഏറ്റവും എൻഡിലേക്ക് ഇടണ്ട ഈ സൈഡിലൊന്നും, കാരണം ആ സൈഡ് നമുക്ക് ക്ലോസ് ചെയ്യാനുള്ളതാണ്. അടുത്ത പീസ് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്.
ഈ രണ്ടാമത്തെ ലെയർ പരത്തിയെടുക്കുക. ഇത് മുകളിൽ വയ്ക്കുന്ന ലെയർ കുറച്ച് വലിപ്പത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വയ്ക്കുമ്പോൾ നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. ഇതിന് മുകളിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് ഈ സൈഡ് നമ്മളിങ്ങനെ അമർത്തി കൊടുക്കണം. അപ്പോഴായിരിക്കും ഇതിങ്ങനെ നന്നായിട്ട് ഒട്ടിയിരിക്കുക. അപ്പോൾ ഇത് 2 പീസും ഉള്ളിൽ ഫില്ലിങ്ങും വെച്ചിട്ട് ഇത് നന്നായിട്ട് ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതൊന്നും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കാം. തുറന്ന് വെക്കിട്ട് മൂടി വെച്ചാൽ മതി. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. ഇനി ഇതിൻ്റെ മുകളിൽ ഞാനിവിടെ ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇതിൻ്റെ മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ബേക്ക് ചെയ്തിട്ടെടുക്കുക. ഞാനിവിടെ 380 ഫാരനൈറ്റിൽ 30 മിനിറ്റ്സ് തുടങ്ങിയിട്ട് 40 മിനിറ്റ്സ് വരെ എടുക്കും ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ബേക്ക് ചെയ്തെടുക്കാൻ പോണതിന് മുമ്പ് ഓവനിലെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെക്കണം. അത് നിങ്ങളുടെ ഓവനിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെക്കണ ഓപ്ഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ആദ്യം ഓവൻ നന്നായിട്ടൊന്ന് ചൂടാക്കുക. അത് കഴിഞ്ഞിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അതെന്ത് സാധനം നമ്മൾ ബേക്ക് ചെയ്തെടുക്കുമ്പോഴും ഓവൻ തണുത്തിരിക്കുന്ന സമയത്ത് കൊണ്ടുപോയിട്ട് അതിൻ്റെ ഉള്ളിൽ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കരുത്. എന്ത് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരു സെയിം ടെമ്പറേച്ചറിൽ ഇരുന്നിട്ട് വേണം എന്ത് സാധനവും ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പല ടെമ്പറേച്ചർ ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ശരിക്കും ബേക്ക് ചെയ്ത് കിട്ടില്ല. അതുകൊണ്ടാണ് ഏറ്റവും ആദ്യം ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഇപ്പോൾ കോക്കനട്ട് ബണ്ണ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 380 ഫാരനൈറ്റിൽ 30 മിനിറ്റ്സ് വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുത്തത്. അത് ചിലപ്പോൾ 30 മിനിറ്റ്സ് തുടങ്ങിയിട്ട് 40 മിനിറ്റ്സ് വരെ എടുക്കും. ഇതിൻ്റെ മുകളിൽ നല്ലൊരു ഗോൾഡൻ കളർ വരണം. നല്ലൊരു ഗോൾഡൻ കളർ വന്നിട്ട് അത് ബ്രൗൺ കളർ ആവാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അപ്പോൾ നിങ്ങൾ ബേക്ക് ചെയ്ത് അത് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഓവനിൽ നിന്ന് എടുത്ത് മാറ്റണം. ഓവൻ ഓഫ് ചെയ്തിട്ട് പിന്നെ ഓവൻ്റെ ഉള്ളിൽ തന്നെ വെക്കരുത്. ഇത് പതുക്കെ ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഈ ട്രെയിൽ നിന്ന് എടുത്തിട്ട് മാറ്റാം. അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ കോക്കനട്ട് ബണ്ണ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലുള്ള ഈ ബണ്ണ് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും. എനിക്ക് നല്ല ഇഷ്ടമാണത്.